നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ വ്യത്യസ്തമായ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇത് നമ്മുടെ ഏറെക്കുറെ എല്ലാ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ വേണ്ടി ഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഇപ്പോ ഇതുപോലൊരു ടെക്നിക്ക് ഷെയർ ചെയ്യാനൊരു കാരണമുണ്ട്. അതായത് വളരെ അസ്വസ്ഥതയിലൂടെ കടന്നുപോയിരുന്ന പല വ്യക്തികൾക്കും, പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ, അത്ഭുതകരമായിട്ടുള്ള, നമ്മളെ മിറക്കിൾ എന്നൊക്കെ പറയുന്നില്ലേ, അത്യത്ഭുതകരമായ വിധത്തില് അവരുടെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അതുപോലെ ചില സാഹചര്യങ്ങളിലെ മാറ്റം വരുത്താൻ ഈ ഒരു ടെക്നിക്ക് വളരെ ഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. മാത്രമല്ല, ഒരുപക്ഷെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പോലും കരുതിയിരുന്ന പല സാഹചര്യങ്ങളിലും, അതുപോലെ പല ആഗ്രഹങ്ങളിലും, ആഗ്രഹപൂർത്തീകരണത്തിനും ആഗ്രഹ സാക്ഷാത്കാരത്തിനുമെല്ലാം വളരെ ഗംഭീരമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നിക്ക് കൂടിയാണ് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ ടെക്നിക്കിന് ടെസ്ല ടെക്നിക് എന്നാണ് പറയുന്നത്. ടെസ്ല എന്നുള്ള പേര് നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. നിക്കോള ടെസ്ല വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. അദ്ദേഹം ഈ ഒരു ടെക്നിക്കിനെ വ്യക്തിപരമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾക്ക് വിവിധ രൂപങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, അതിൽ എന്തൊക്കെയോ നിഗൂഢമായിട്ടുള്ള, ഇന്നും ഒരുപക്ഷെ പൂർണ്ണമായിട്ടും ചുരുളഴിക്കാൻ സാധിച്ചിട്ടില്ലാത്ത രഹസ്യങ്ങൾ പോലുമുണ്ട് എന്ന് പലരും കരുതപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് എന്നാണ് പറയുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ഒരു ദിവസത്തിന് കൃത്യമായി എത്ര മണിക്കൂറുണ്ട്, അതിൽ എത്ര മിനിറ്റുകളുണ്ട്, എത്ര സെക്കൻഡുകളുണ്ട്, അതുപോലെ ഒരു വർഷത്തിൽ എത്ര ദിവസങ്ങളുണ്ട്. ഇതെല്ലാം കൃത്യമായിട്ട് കാൽക്കുലേഷന്റെ ഒരു സ്പന്ദനം തന്നെയാണ്. നമ്മൾ ഏതൊരു സിനിമയിൽ കേട്ടിട്ടുണ്ട്, ലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ് എന്നുള്ളത്, അല്ലെ? അപ്പൊ ഇവിടെയും അത് തന്നെയാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിന് വഴിയൊരുങ്ങണമെങ്കിൽ ഈ ഒരു ആൽഗുരുതം, അല്ലെങ്കിൽ ഈ ഒരു കണക്കിന്റെ ചില്ലറ കളികളൊക്കെ നമ്മളും അറിഞ്ഞേ മതിയാവും. അതിന് നമുക്ക് ഈ ടെസ്ല കോഡ് വളരെ ഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ടെസ്ല കോഡിലെ 3 അക്കങ്ങൾക്കാണ് വളരെയധികം പ്രാധാന്യമുള്ളത്. 3 അക്കങ്ങളാണ് മുന്നിട്ട് നിൽക്കുന്നത്. 3, 6, 9, ഈ 3 അക്കങ്ങൾ. ഈ 3 അക്കങ്ങളെ കുറിച്ച് പറയുമ്പോൾ, 369 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യയെ കുറിച്ച് പറയുമ്പോൾ പോലും, നമ്മുടെ പ്രഗത്ഭനായിട്ടുള്ള അഭിനേതാവ് ശ്രീ മമ്മൂട്ടി, അദ്ദേഹത്തിന്റെ എല്ലാ വാഹനങ്ങളുടെയും നമ്പറുകൾ 369 എന്നുള്ള സംഖ്യയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് കേട്ടിരിക്കുന്നത്. നിങ്ങളത് ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഈ നമ്പർ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തൂ. അപ്പോ നിക്കോള ടെസ്ലയുടെ ഈ ഒരു ടെക്നിക് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് നോക്കാം. ഈ ഒരു ടെക്നിക്കിന് പേര് പോലെ തന്നെ, 369 എന്നുള്ള പേര് പോലെ തന്നെ 3 ഘട്ടങ്ങളാണ് ഉള്ളത്. അതായത് നമുക്ക് എന്ത് ആഗ്രഹമാണോ നടക്കേണ്ടത്, എന്ത് കാര്യമാണോ സംഭവിക്കേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള 3 അഫർമേഷൻസ് ആദ്യം തയ്യാറാക്കണം. 3 അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, നമുക്കിപ്പോ ഒരു വീടാണ് വേണ്ടത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വീടിന് എന്തെല്ലാം വേണം? വീട് ഉണ്ടാക്കണമെങ്കിൽ, വീട് നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ ആദ്യം അതിനുള്ള പണം വേണം, അല്ലേ? പണം, അതുപോലെ വീട്, അതോടൊപ്പം തന്നെ അവിടെ വളരെ സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വീട് എന്നുള്ള ഒരു കാര്യത്തെ നമുക്ക് ഈ 3 വിധത്തിലെടുക്കാം. ഒന്ന്, അതിന് വേണ്ടുന്ന പണം വേണം. 2, വീട് വേണം. 3, അവിടെ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കണം. ഇനി അതുപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വിധത്തിലുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ ആ ആഗ്രഹത്തെ സംബന്ധിച്ച് ഇതുപോലെ 3 കാര്യങ്ങൾ അഫർമേഷനായിട്ട് എഴുതുക. അഫർമേഷനായിട്ട് എഴുതുന്നതും ഏകദേശം ഈ വിധത്തിലായിരിക്കുന്നതാണ് നല്ലത്. അതായത്, എനിക്ക് വളരെ മനോഹരമായ ഒരു വീട് വയ്ക്കുവാൻ ആവശ്യമായ പണം ലഭിക്കുന്നതിന് നന്ദി. 2 കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ ആഗ്രഹം നമ്മൾ എഴുതുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കണം. വീട് ലഭിക്കുവാൻ ആവശ്യമായ പണം വളരെ വേഗം ലഭിക്കുന്നതിന് നന്ദി എന്നുകൂടി കൂട്ടിച്ചേർത്താൽ ഗംഭീരമായിരിക്കും. അപ്പോ
ആഗ്രഹം എഴുതുന്നു, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതുന്നു, പ്ലസ് അതിനോട് നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് കൂടി ആദ്യമേ ചേർക്കുകയാണ്. അതായത് നന്ദി കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ആഗ്രഹം എഴുതുന്നത്. ഇനി രണ്ടാമത് എഴുതേണ്ടത്, എനിക്ക് വളരെ മനോഹരമായ ഒരു വീട് വളരെ വേഗം ലഭിക്കുന്നതിന് നന്ദി. അതും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ നന്ദി കൂടി ചേർത്തിട്ടാണ് എഴുതുന്നത്. മൂന്നാമത് നമ്മൾ എഴുതുന്നത്, എൻ്റെ സ്വന്തം വീട്ടിൽ വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നതിന് നന്ദി. അപ്പോ ഒരേ ആഗ്രഹം തന്നെ അത് 3 വ്യത്യസ്തങ്ങളായ വിധത്തിൽ അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ പരസ്പര പൂരകങ്ങളായ 3 വിധത്തില് നമ്മൾ എഴുതി ചേർത്തു. അപ്പോൾ ടെസ്ല കോഡില് 3 എന്നുള്ള സംഖ്യ ഇതിനെയാണ് പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ. ഇനി 6 എന്നുള്ള സംഖ്യയെ ഇതിൽ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്ന് നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് 6 എന്നുള്ള സംഖ്യയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സെറ്റിനെ 6 പ്രാവശ്യം എഴുതുക എന്നുള്ളതാണ്. 6 പ്രാവശ്യം എഴുതുക. അതായത് ഈ 1, 2, 3 എന്ന നമ്പർ ഇട്ടിട്ട് നമ്മൾ എഴുതിയില്ലേ, അതിനെ 6 പ്രാവശ്യം നമ്മൾ എഴുതി ചേർക്കുക. അപ്പോൾ 6 എന്നുള്ള സംഖ്യയെ നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നു. ഇനി വേണ്ടത് 3 കാര്യങ്ങൾ നമ്മൾ എഴുതിയല്ലോ, അതുപോലെ തന്നെ 6 പ്രാവശ്യം എഴുതിയല്ലോ. ഇതിനെ ഓരോന്നിനെയും 9 സെക്കൻഡ് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് എനിക്ക് ഒരു മനോഹരമായ വീട് വയ്ക്കുവാൻ ആവശ്യമായ പണം വളരെ വേഗം ലഭിക്കുന്നതിന് നന്ദി എന്നെഴുതിയ ആ ഒരു സെന്റൻസിനെ നമ്മൾ 9 സെക്കൻഡ് പൂർണ്ണമായിട്ടും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ വരിയിലും 9 സെക്കൻഡ് വീതം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ടെസ്ല കോഡില് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ സംഭവിക്കുന്നത്, നമ്മുടെ ആഗ്രഹം ഈ ഒരു മാർഗത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് പ്രപഞ്ചവുമായിട്ട് താദാത്മ്യം പ്രാപിക്കുകയും അതിന്റെ മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിൽ തന്നെ അതിഗംഭീരമായിട്ട് സംഭവിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അനുഭവസ്ഥര് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു ടെക്നിക്ക് ഇപ്പോ നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ട് എങ്കിൽ, നിങ്ങൾക്കൊരു കാര്യം നടക്കണം എന്നുണ്ട് എങ്കിൽ, ആ ഒരു ആഗ്രഹത്തെ ഇതുപോലെ 3 വരികളിൽ എങ്ങനെയാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ ചുവട്ടിലെ കമന്റ് രൂപത്തിൽ ഒന്ന് രേഖപ്പെടുത്തൂ. ആ രേഖപ്പെടുത്താൻ പറയുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരുപക്ഷെ നമ്മുടെ പിന്നാലെ ഈ വീഡിയോ കാണുന്നവർക്ക്, കമന്റ് വായിച്ചു നോക്കുന്നവർക്ക് അത് ഒരുപക്ഷെ സഹായകരമായിരിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ എഴുതുന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തിരുത്തലോ കൂട്ടിച്ചേർക്കലോ വരുത്തേണ്ടതുണ്ട് എങ്കിൽ അത് ചെയ്തു തരാൻ എനിക്കും സാധിക്കും. ആ കമന്റിന് റിപ്ലൈ ആയിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തിരുത്തൽ, അങ്ങനെ ഒരു കൂട്ടിച്ചേർക്കൽ ആവശ്യമുണ്ട് എങ്കിൽ അത് ചെയ്തു തരാനും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ കമന്റ് രൂപത്തിൽ ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് എഴുതി ചേർക്കാം. ഇതുപോലെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ടെക്നിക്കുകളും ആധികാരികമായിട്ടുള്ള വിശദീകരണങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇതിന്റെ ചുവട്ടിൽ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിലോ ഫോണിലോ ഒക്കെ ബന്ധപ്പെടാം. ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലെയുള്ള വിഷയങ്ങൾ നിരന്തരം ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് അതാത് സമയം ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കാം. നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.